ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൽ പദശുദ്ധി എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പദശുദ്ധി, ഈ പദശുദ്ധി എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സാണ് ചെയ്ത് കഴിഞ്ഞത്. ഏകദേശം 31 വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിനി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഈ ഭാഗത്തു നിന്നുള്ള കുറച്ചും കൂടി ഒരു 30 വാക്കും കൂടി നമുക്ക് ഇന്ന് കവർ ചെയ്യണം. ഇതെല്ലാവരും ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, നോക്കിയാലോ. അടുത്തത് 31ാമത്തെ വാക്കാണ് കേട്ടോ നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 30 പ്ലസ് ഒരു അഗ്രഗണ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ നമ്പർ ചെയ്തിട്ടില്ല. ഇനി നമ്മളിന്ന് 31ാമതായിട്ട് പഠിക്കുന്നത് അജ്ഞാനി. അജ്ഞാനി എന്നെങ്ങനെയാണ് എഴുതുക? നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. അജ്ഞാനി, ഞാൻ പറയുമ്പോൾ ആ വാക്ക് എഴുതി നോക്കുക. എങ്ങനെയാണ് അജ്ഞാനി എന്ന് എഴുതുക? ഓക്കെ, അജ്ഞാനി, ഇങ്ങനെയാണ് അജ്ഞാനി എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾ എഴുതിയത് കറക്റ്റാണോ എന്ന് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് അടിസ്ഥാനം. അടിസ്ഥാനം എങ്ങനെയാണ് അടിസ്ഥാനം എന്ന് എഴുതുക? സ്ഥാനം. ക്ലിയർ ആവുന്നുണ്ടോ? അടിസ്ഥാനം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അടിയന്തിരാവസ്ഥ. അടിയന്തരാവസ്ഥ, എമർജൻസിയിലെ നാഷണൽ എമർജൻസി ഒക്കെ കേട്ടില്ലേ? അപ്പോൾ അതിൽ അടിയന്തിരാവസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്ക് എങ്ങനെയാണ് മലയാളത്തിൽ എഴുതുക? ഓക്കെ, ഇന്ത്യയാണ് കേട്ടോ. ഇന്ദിരാവസ്ഥ, ഇങ്ങനെയാണ് അടിയന്തിരാവസ്ഥ. അങ്ങനെ തന്നെ പറഞ്ഞു പഠിച്ചു നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ ഇത് എഴുതാൻ കിട്ടും. അടിയന്തിരാവസ്ഥ, അടിയന്തിരാവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് അധ്യക്ഷൻ. അധ്യക്ഷൻ എന്ന് നിങ്ങൾ വേഗം എഴുതി നോക്കണം കേട്ടോ. അധ്യക്ഷൻ എന്ന് എങ്ങനെയാണ് പറയുക? അല്ല എഴുതുക അധ്യക്ഷൻ. ഓക്കെ, അധ്യക്ഷൻ. ക്ലിയർ ആയോ? അധ്യക്ഷൻ. നെക്സ്റ്റ് നമ്മൾ അധീനം. അധീനം. അധീനം എന്ന വാക്ക് എങ്ങനെയാണ് എഴുതുക? അധീനം. കെട്ടുപുള്ളിയുണ്ട് കേട്ടോ. അധീനം. അധീനം. ക്ലിയർ ആയല്ലോ. അപരാധം. അപരാധം എന്ന വാക്ക് എങ്ങനെയാണ് എഴുതുക? അപരാധം. ക്ലിയർ ആവുന്നുണ്ടോ? അപരാധം. എത്ര വാക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അപരാധം നമ്മൾ എഴുതി. നെക്സ്റ്റ് അപ്രത്യക്ഷം. അപ്രത്യക്ഷം എന്ന വാക്ക് എങ്ങനെയാണ് എഴുതുക? അപ്രത്യക്ഷം. എഴുതി നോക്കുക കേട്ടോ. അപ്രത്യക്ഷം. അപ്രത്യക്ഷം. ഓക്കെ, അപ്രത്യക്ഷം എഴുതി കഴിഞ്ഞു. ഇനി അജഗജാന്തരം കേട്ടിട്ടുണ്ടോ? അജഗജാന്തര വ്യത്യാസം എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഗജം എന്ന് പറഞ്ഞാൽ ആനയും അജം എന്ന് പറഞ്ഞാൽ ആടുമാണ്. അപ്പോൾ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം, അതിന് ഉള്ളൊരു വൺ വേർഡാണ് അജഗജാന്തരം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? അജഗജാന്തരം. ക്ലിയർ ആണല്ലോ? അജഗജാന്തരം. ഓക്കെ, നെക്സ്റ്റ് അഭ്യുദയകാംക്ഷി. എങ്ങനെയാണ് അഭ്യുദയകാംക്ഷി എന്ന് എഴുതുക? എഴുതി നോക്കട്ടെ ആദ്യം. അഭ്യുദയകാംക്ഷി. അഭ്യുദയകാംക്ഷി. ക്ലിയർ ആയോ? അഭ്യുദയകാംക്ഷി. ഒന്നും കൂടി എഴുതി തരട്ടോ. അഭ്യുദയകാംക്ഷി. ഓക്കെ, അഭ്യുദയകാംക്ഷി. ക്ലിയർ ആണല്ലോ? അഭ്യുദയകാംക്ഷി. ഇനി എങ്ങനെയാണ് അദ്ഭുതം എന്ന് എഴുതുക? അദ്ഭുതം എന്ന് എഴുതി നോക്കൂ എല്ലാവരും. അദ്ഭുതം. അദ്ഭുതം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ 40 വാക്കുകൾ എഴുതി കഴിഞ്ഞു കേട്ടോ. അദ്ഭുതം. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് അതിഥി. അതിഥി എന്നെങ്ങനെയാണ് എഴുതുക? ഇതാണ് കേട്ടോ അതിഥി എന്നുള്ളത് എഴുതുന്നത്. അതിഥി. അടുത്തത് അധമം. അധമം എന്നെങ്ങനെ എഴുതുക? അധമം. 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 ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്തത്
അഭിപ്രായൈക്യം. അഭിപ്രായൈക്യം എങ്ങനെയാണ് അഭിപ്രായൈക്യം എന്ന് എഴുതുക? അഭി ഓക്കെ, അഭിപ്രാവരൊക്കെ, ഐക്യം. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നും കൂടി എഴുതി. ഓക്കെ, അഭിപ്രായൈക്യം. ഓക്കെ, ഇങ്ങനെയാണ് അഭിപ്രായൈക്യം എന്ന് എഴുതുക കേട്ടോ. ഇനി അഭിവാഞ്ച. അഭിവാഞ്ച എന്നെങ്ങനെ എഴുതുക? അഭിവാഞ്ച. ഓക്കെ, അഭി ഓക്കെ, ഇനി വാഞ്ചയാണ് നമുക്ക് വേണ്ടത്. അഭിവാഞ്ച ഇങ്ങനെയാണ് കേട്ടോ. അഭിവാഞ്ച എന്ന് എഴുതുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അഭിവാഞ്ച. ഇനി അഭ്യസ്ത വിദ്യൻ. കേട്ടിട്ടില്ല? അഭ്യസ്ത വിദ്യൻ. എങ്ങനെയാണ് അഭ്യസ്ത വിദ്യൻ എന്ന് എഴുതുക? അഭ്യ ഓക്കെ, സ്ത എഴുതുക. അഭ്യസ്ത വിദ്യൻ. ഇങ്ങനെയാണ് അഭ്യസ്ത വിദ്യൻ എന്ന് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അഭ്യസ്ത വിദ്യൻ. ഇനി അയമ്പൻ. അയമ്പൻ എങ്ങനെ എഴുതാം? അയമ്പൻ. ഓക്കെ, ഇങ്ങനെയാണ് അയമ്പൻ എഴുതാം. നെക്സ്റ്റ് അവസ്ഥ. എഴുതി നോക്കൂ. അവസ്ഥ. ഇതെന്തൊരവസ്ഥയാണ് അല്ലേ? അവസ്ഥ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നെക്സ്റ്റ് അവസ്ഥ എഴുതി കഴിഞ്ഞു. ഇനി അവശിഷ്ടം. അവശിഷ്ടം എന്ന വാക്ക് എങ്ങനെ എഴുതാം? അവശിഷ്ടം. അവ ഓക്കെ, ശിഷ്ടം. അവശിഷ്ടം. ക്ലിയർ ആണല്ലോ? ഇനി അണ്ഡകടാഹം. കേട്ടിട്ടുണ്ടോ? അണ്ഡകടാഹം. അതെങ്ങനെ എഴുതുക? അണ്ഡകടാഹം എഴുതി നോക്കട്ടോ. അണ്ഡകടാഹം. ഇങ്ങനെയാണ് അണ്ഡകടാഹം എന്നെഴുതാം. അണ്ഡകടാഹം. നെക്സ്റ്റ് അശേഷം. അശേഷം എന്ന് എഴുതി നോക്കൂ. അശേഷം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ 50 വാക്കുകൾ പഠിച്ചു. അജ്ഞാനി, അടിസ്ഥാനം, അടിയന്തിരാവസ്ഥ, അധ്യക്ഷൻ, അധീനം, അപരാധം, അപ്രത്യക്ഷം, അജഗജാന്തരം, അഭ്യുദയകാംക്ഷി, അദ്ഭുതം, അതിഥി, അധമം, അഭിപ്രായൈക്യം, അഭിവാഞ്ച, അഭ്യസ്തവിദ്യൻ, അയമ്പൻ, അവസ്ഥ, അവശിഷ്ടം, അണ്ഡകടാഹം, അശേഷം. ഇത്രയും വാക്കുകൾ ക്ലിയർ ആണല്ലോ? നമ്മൾ 50 വാക്കുകളാണ് കേട്ടോ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഒരു വലിയ ലക്ഷ്യമായിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റിനെ കാണണം. കാരണം അത്രയും നല്ല പോസ്റ്റാണ്. ഡിഗ്രി കഴിഞ്ഞ ഏതൊരാൾക്കും സ്വപ്നം കാണാവുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളിലൊന്നാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. പഠിച്ചാൽ ഒരു ഗവൺമെൻറ് ജോലി ഉറപ്പായിട്ടും കിട്ടും. കിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പഠിച്ച് അതിന് വേണ്ടി മെനക്കെട്ട ആരും നിങ്ങളോട് പറയും എന്തായാലും പഠിച്ചാൽ കിട്ടുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ 51ാമത്തെ വേർഡ് പഠിക്കാൻ പോവാണ്. അസഹനീയം. എങ്ങനെയാണ് അസഹനീയം എന്ന് എഴുതി നോക്കൂ. അസഹനീയം. ക്ലിയർ ആണല്ലോ? അസഹനീയം. ഓക്കെ, അസഹനീയം. അസ്തിത്വം. എങ്ങനെയാണ് അസ്തിത്വം എന്ന് എഴുതുക? അസ്തിത്വം. ക്ലിയർ ആയല്ലോ? അസ്തിത്വം. ഓക്കെ, അസ്തിത്വം നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന അസ്തപ്രജ്ഞൻ. എങ്ങനെയാണ് അസ്തപ്രജ്ഞൻ എന്ന് എഴുതുക? അസ്തപ്രജ്ഞൻ. ഈ ഭാഗത്താണ് ഇങ്ങനത്തെ വാക്കുകൾക്കൊക്കെ കൺഫ്യൂഷൻ വരിക. ഞായാണോ ജായാണോ ആദ്യം വരിക എന്നുള്ളത്. അപ്പോൾ ആ ഭാഗം വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അസ്തപ്രജ്ഞൻ. ഓക്കെ, അസ്തപ്രജ്ഞൻ. ഇനി അസ്വസ്ഥത. അസ്വസ്ഥത അല്ലെങ്കിൽ അസ്വസ്ഥത. എങ്ങനെ അസ്വസ്ഥത എന്ന് എഴുതാം? അസ്വസ്ഥത. ക്ലിയർ ആയല്ലോ? അസ്വസ്ഥത. നെക്സ്റ്റ് വാക്ക് നമ്മൾ എഴുതാൻ പോകുന്നത് അസ്വാസ്ഥ്യം. എങ്ങനെയാണ് അസ്വാസ്ഥ്യം എന്ന് എഴുതുക?
അസ്വാസ്ഥ്യം. ക്ലിയർ ആയോ? അസ്വാസ്ഥ്യം, അസ്വാസ്ഥ്യം. ഓക്കെ. അഷ്ടമി എഴുതി നോക്കൂ. അഷ്ടമീന്ന്. അഷ്ടമി, അഷ്ടമി. ക്ലിയർ ആണല്ലോ? അഷ്ടമി. അഷ്ടകലശം എഴുതി നോക്കൂ. അഷ്ടകലശം, അഷ്ടകലശം. ചില വാക്കുകളൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ. അഷ്ടകലശം. ഇനി അഷ്ടചൂർണം എന്ന് എഴുതി വെക്കൂ. അഷ്ടചൂർണം, അഷ്ടചൂർണം. നെക്സ്റ്റ് ഏതാ നമ്മൾ പറയുന്ന? അഷ്ടപതി. അഷ്ടപതി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് എഴുതി നോക്ക്. അഷ്ടപതി, അഷ്ടപതി. ഇവിടെ ഇതാണ് കേട്ടോ വരിക. അഷ്ടപതി. ഓക്കെ. ക്ലിയർ ആണല്ലോ? അഷ്ടപതി, അഷ്ടപതി. നെക്സ്റ്റ് 60ാമത്തെ വാക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ആകാംക്ഷ. ആകാംക്ഷ എങ്ങനെയാണ് എഴുതുക? അവിടെ വരുമ്പോൾ നമ്മൾ ആന്ന് എഴുതണം. ഗാംക്ഷ. ക്ലിയർ ആണല്ലോ? ആകാംക്ഷ. ഇന്നും നമ്മളൊരു വേർഡ് എക്സ്ട്രാ പഠിക്കുന്നു. അതിഥി മന്ദിരം. ഒന്ന് എഴുതി നോക്കൂ. അതിഥി മന്ദിരം എങ്ങനെയാണ്? അതിഥി മന്ദിരം. എങ്ങനെയാണ്? അതിഥി മന്ദിരം എന്ന് എഴുതട്ടെ കൂട്ടുകാരെ. ഓക്കെ. അപ്പോൾ നമ്മൾ അസഹനീയം പഠിച്ചു. അസഹനീയം. അസ്തിത്വം നോക്കി. അസ്തപ്രജ്ഞൻ പഠിച്ചു. അസ്വസ്ഥത എങ്ങനെയാണ് എഴുതുക എന്ന് കണ്ടു. അസ്വാസ്ഥ്യം, അഷ്ടമി, അഷ്ടകലശം, അഷ്ടചൂർണം, അഷ്ടപതി, ആകാംക്ഷ. പിന്നെ ഒരു വാക്ക് എക്സ്ട്രാ പഠിച്ചു. ഏതാണ്? അഗതി മന്ദിരം. അപ്പം ഇന്ന് നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് 60 വാക്ക് പ്ലസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരെണ്ണം എക്സ്ട്രാ പഠിച്ചു, ഈ ക്ലാസ്സിൽ ഒരെണ്ണം എക്സ്ട്രാ പഠിച്ചു. മൊത്തത്തിൽ 62 വാക്കുകളാണ് നമ്മൾ പദശുദ്ധിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പഠിച്ചത്. ഇതെല്ലാവരും നന്നായി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും നമ്മളൊരു 30 വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മനസ്സിലായോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. പക്ഷെ നമ്മൾ എഴുതി കണ്ട് വായിച്ചൊക്കെ പഠിച്ചു പോയാൽ മാത്രമേ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.